നമസ്കാരം. IPL കിരീടമില്ലാതെ വീണ്ടും ഒരു സീസൺ കൂടി അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. പ്ലേ ഓഫ് പ്രതീക്ഷ കാക്കാൻ വിജയം അനിവാര്യമായിരുന്ന RCB കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടും പരാജയം ഏറ്റുവാങ്ങി. അവസാന ബോർഡിലേക്ക് നീണ്ട ത്രില്ലറിൽ ഒരു റണ്ണിൻ്റെ പരാജയമാണ് RCBക്ക് നേരിട്ടത്. ഇതോടെ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും തുലാസിലായിരിക്കുകയാണ്. 10 ടീമുകളുടെ ടൂർണമെന്റിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് നിൽക്കുന്ന RCB തുടർച്ചയായ 6ാമത്തെ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. 8 മത്സരങ്ങളിൽ ഫാഫ് ഡുപ്ലസിക്കും സംഘത്തിനും ജയിക്കാനായത് ഒരേ ഒരു മത്സരത്തിൽ മാത്രം. ബാക്കിയുള്ള 7ലും പരാജയമായിരുന്നു ഫലം. പഞ്ചാബ് കിങ്സിനെതിരെയുള്ള 4 വിക്കറ്റിൻ്റെ വിജയം മാത്രമേ RCBക്ക് ആശ്വസിക്കാനായിട്ടുള്ളൂ. വെറും 2 പോയിന്റ് മാത്രമാണ് RCBയുടെ അക്കൗണ്ടിൽ ഉള്ളത്. -1.046 എന്ന മോശം നെറ്റ് റൺ റേറ്റുമാണ് അവർക്കുള്ളത്. ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കൂ എന്ന് വ്യക്തം. പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുക്കാൻ RCB ഇനി എന്താണ് ചെയ്യേണ്ടത്? അവരുടെ പ്ലേ ഓഫ് സാധ്യത നമുക്ക് കൃത്യമായി ഒന്ന് പരിശോധിക്കാം. നിലവിലെ സാഹചര്യത്തിൽ RCBയുടെ പ്ലേ ഓഫ് പ്രതീക്ഷ ഏറെക്കുറെ അസ്തമിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ RCBക്ക് ടോപ്പ് 4ൽ ഫിനിഷ് ചെയ്ത പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അവസാനത്തെ IPL സീസൺ നോക്കിയാൽ പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത പ്ലേ ഓഫിൽ കടന്ന 4 ടീമുകൾക്ക് ലഭിച്ചത് യഥാക്രമം 20, 17, 17, 16 എങ്ങനെയുള്ള പോയിന്റ് ആയിരുന്നു. ഈ സീസണിൽ 16 പോയിന്റ് ലഭിച്ചാലും ഒരു ടീമിന് പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പില്ല. കാരണം പോയിന്റ് പട്ടികയിൽ ടീമുകൾ തമ്മിൽ വീറുറ്റ പോരാട്ടമാണ് ഇപ്പോഴുള്ളത്. എങ്കിലും RCB പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ 16 പോയിന്റെങ്കിലും നേടേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് സാധിക്കണമെങ്കിൽ സീസണിൽ ഇനി ശേഷിച്ച 6 മത്സരങ്ങളിലും RCBക്ക് ജയിച്ചേ തീരൂ, അതും മികച്ച റൺ റേറ്റോടെ തന്നെ. എങ്കിൽ മാത്രമേ അവർക്ക് 16 പോയിന്റ് ആവുകയുള്ളൂ. കൂടാതെ ഇനിയുള്ള 6 മത്സരത്തിലും മികച്ച നെറ്റ് റൺ റേറ്റോടെ ജയിക്കാനും RCB ശ്രമിക്കേണ്ടതായുണ്ട്. 16 പോയിന്റ് ലഭിച്ചാലും അവർക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പില്ല. റൺമല തീർത്ത് ടൂർണമെന്റിൽ കുതിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടാണ് RCBയുടെ അടുത്ത മത്സരം. ഈ മാസം 25-നാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. എന്ത് വില കൊടുത്തും ഈ മത്സരത്തിൽ SRHനെ RCBക്ക് തോൽപ്പിച്ചേ മതിയാകൂ. ഈ മത്സരശേഷം ശുഭ്മാൻ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഹോം എവേ രീതികളിലായി 2 മത്സരങ്ങളിൽ RCBക്ക് കൊമ്പ് കോർക്കാൻ അവസരമുണ്ട്. ഈ മാസം 28, മെയ് 4 തീയതികളിലാണ് ഇത് നടക്കുന്നത്. അതിനുശേഷം മെയ് 9-ന് പഞ്ചാബ് കിങ്സുമായിട്ടും 12-ന് ഡൽഹി ക്യാപിറ്റൽസുമായിട്ടും 18-ന് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാകും RCB മാറ്റുരയ്ക്കുന്നത്. ഇവയിൽ പഞ്ചാബ്, DC എന്നിവർക്കെതിരായ മത്സരങ്ങളിലാണ് RCBക്ക് വിജയസാധ്യത ഉള്ളത്. എങ്കിലും ബാക്കിയുള്ള മത്സരങ്ങൾ കൂടി അവർക്ക് എന്ത് വില കൊടുത്തും ജയിച്ചേ മതിയാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ RCB ഇനി അത്ഭുതങ്ങൾ കാട്ടിയാൽ മാത്രമേ IPLൽ തുടർന്ന് പോവുക അല്ലെങ്കിൽ പ്ലേ ഓഫിൽ കടക്കുകയുള്ളൂ എന്ന് വ്യക്തം.